ഹലോ. ഇന്നങ്ങനെ നോക്കിയിരുന്ന് സൺഡേ എത്തി. ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്താൽ അവസാനം നോക്കിയിരിക്കും സൺഡേ വീക്കെൻഡ് ആവണത്. അന്ന് ഓരോരോ പ്ലാനിങ് ആയിരിക്കും. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ പ്ലാനിങ് ആയിരിക്കും. ഇന്നും അങ്ങനെ തന്നെ ഒരു ദിവസമായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ പ്ലാനിങ് ആയിരുന്നു. അവിടെ പോവാം, ഇവിടെ പോവാം. ലാസ്റ്റ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ദുബായ് മോളിൽ പോവാമെന്നാക്കി. ഇവിടെ ദുബായിലുള്ളവരെ മുഴുവൻ എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സും എപ്പോൾ പോകാമെന്ന് വിചാരിച്ചാൽ അവസാനം കറങ്ങി തിരിഞ്ഞെത്തുന്ന സ്ഥലമാണ് ഈ ദുബായ് മോൾ. ഇതിപ്പോൾ നമ്മൾ പോകാമെന്നുള്ള പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഇവിടുന്ന് നമ്മൾ താമസിക്കുന്നത് കരാമരി സെൻട്രൽ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബസ്സും കയറി പിന്നെ മെട്രോയിൽ പോയിട്ട് വേണം മെട്രോ പിടിക്കാൻ. അപ്പോൾ അങ്ങനെ പോണ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് അവിടുന്ന് ബസ് പിടിച്ച്. ബസ്സെന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈമിൽ പണ്ടാറ് ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ 7 മണിക്ക് പോകുന്നതാണ്. എത്തിയപ്പോൾ 8:30 കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി പതിവ് പോലെ വെറുതെ വായ നോക്കി നടക്കുക. വേറെ നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. കണ്ടായതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പല ഭാഗത്തും ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല. കാരണം എത്ര വട്ടം വന്നെന്ന് പറഞ്ഞാലും പല ഭാഗങ്ങളും ആദ്യമായിട്ട് കാണുന്ന പോലെ ചില സമയങ്ങളിൽ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് നടന്ന് കുറച്ച് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ റൂമിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മെയിൻ സാധനം നമ്മുടെ ഫുഡിങ്ങാണ്. അത് ദുബായ് മാളാവണമെന്നില്ല, ഏത് മാളാവണമെന്നില്ല. ഇനിയിപ്പോൾ കരാമയിലേക്ക് വെറുതെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മുടെ മെയിൻ സാധനം ഫുഡാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് ലീവിന് ചെന്നപ്പോൾ വീട്ടുകാർ മൊത്തം പറയലായിരുന്നു, തടിച്ച് വീർത്ത് വന്നു കഴിഞ്ഞാൽ റിട്ടേൺ സെറ്റ് ആവാമെന്നൊക്കെ വിചാരിക്കും. പിന്നെ നമ്മൾ കാണുന്നത് മൊത്തം ഇതാണല്ലോ. അതുപോലെ തന്നെ ഇവിടെ വന്ന് നമ്മൾ തപ്പി തെരഞ്ഞുകൊണ്ടിരിക്കുക, ഏതിൽ കയറണം. പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആവാം. ആദ്യം ഇവിടെ വന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും KFCയിലാട്ടോ പോവാറ്. അവിടെ ആകുമ്പോൾ വലിയ തരക്കേടില്ലാത്ത പോലെ നമുക്ക് സാധനം വാങ്ങി കഴിക്കാം. പിന്നെയാണ് കണ്ടുപിടിച്ചത് അൽബേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അൽബേക്ക് ഇവിടുത്തെ അത്യാവശ്യം ഫേമസാണ്. അറിയുമോയെന്നറിയില്ല, കുറേ പേർക്കൊക്കെ അറിയാം. നമ്മൾ മലയാളീസിനൊക്കെ പ്രത്യേകിച്ച് അറിയാം. അവിടെയൊക്കെ നമുക്ക് നല്ല മിതമായ വില കുറവിൽ നമുക്ക് സാധനം കിട്ടും. നമുക്ക് ബർഗറൊക്കെ ആകുമ്പോൾ നമുക്ക് 6 ദിർഹംസിനും 9 ദിർഹംസിനൊക്കെ സാധനം കിട്ടും. അപ്പോൾ നമ്മൾ 2-3 ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ചില്ലിങ്ങിന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കഴിച്ചിട്ട് പോരാം. പിന്നെ ഇവിടെ ഈ അടുത്ത് വന്നപ്പോൾ കണ്ടതാണ് ഈ വെള്ളം ഇങ്ങനെ ചാർന്നത്. സംഭവം ഏതൊരു ഷോപ്പിൻ്റെ പുറത്ത് കാണുന്ന ഒരു സ്ക്രീനാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് കുറേ നേരം നോക്കി നിന്ന്. പിന്നെ അങ്ങനെ വെറുതെ ഇങ്ങനെ മുഖത്തോട് ഓരോ കോസ്റ്റ് കാട്ടിയിട്ട് അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഓരോ റീൽസൊക്കെ എടുത്ത് അതൊക്കെ പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെ വരുമ്പോഴാണ് താഴെ ഒരു ബഹളം കണ്ടത്. ഇത് നോക്കിയപ്പോൾ എന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും വീഡിയോ എടുക്കണ്ടായിരുന്നു, അതുപോലെ ഞാനും എടുത്തു. പിന്നെ അങ്ങനെ പതുക്കെ ഇറങ്ങി നടന്ന് തിരിച്ച് പോരാനുള്ള പ്ലാനിലാണ്. താഴത്തേക്കൊന്നും പോകാൻ നിന്നില്ല. എല്ലാ പ്രാവശ്യവും താഴെ പോകാറുണ്ട് ഈ ബുർജ് ഖലീഫയുടെ അവിടേക്ക്. അവിടെ പോയിട്ട് അവിടെ കുറേ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പോയി താഴെ വിടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. മറ്റേ വാട്ടർ ഷോ, അതൊന്നും കാണാനൊന്നുമില്ല. എപ്പോഴും പോണതാണ്. വെറുതെ ഇതിൻ്റെ ഉള്ളിൽ മാത്രം കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ പതുക്കെ പരിപാടി അവസാനിപ്പിച്ചു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടല്ലോ. നമ്മുടെ എറണാകുളത്ത് അങ്ങനെ തന്നെയല്ലേ, ലുലു മാളിൽ ഉള്ളിക്കോട് മെട്രോയിൽ കയറുന്ന സംഭവം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിക്കോടെയും നമുക്ക് മെട്രോൻ്റെ ഉള്ളിൽ കയറാമല്ലോ. അങ്ങനെ അതിൻ്റെ ഉള്ളിക്കോടെ കയറി. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ മെട്രോയിൽ തന്നെ പോയി. മെട്രോയിൽ പോയിട്ട് പിന്നെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് പതിവ് പോലെ അവിടെ നിന്ന് തന്നെ നമ്മൾ ബസ്സൊക്കെ പിടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ടാറ്റ ബൈ ബൈ.